ഹായ്, എൻ്റെ പേര് നിഷ. സൗദി അറേബ്യയിൽ കഫീലില്ലാതെ സ്വന്തം പേരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മോടൊപ്പം സംസാരിക്കുന്നതിനായി ക്രിയേറ്റീവ് ബിസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ലത്തീഫ നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. സർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ സർ, സൗദിയിൽ സ്വന്തം പേരിൽ കഫീലില്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സൗദിയിൽ നമുക്ക് ഇപ്പം എന്താ പറഞ്ഞാൽ കുറച്ച് കൊറോണ മുതൽ ഇവര് ഭയങ്കര നിയമം ലിബറലാക്കിയോണ്ട് നമുക്കൊരു ഫോറിൻ കമ്പനി കൊണ്ടുവന്നിട്ട് നമ്മളെ പേരിൽ കഫീലില്ലാതെ സൗദി ഓൾഡ് സിസ്റ്റത്തിലെ പോലെ സൗദി കഫീലില്ലാതെ സ്വന്തമായിട്ട് നമ്മളെ പേരിൽ ബിസിനസ് ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ചാർജും വാങ്ങിച്ചിരുന്നു, പിന്നെ റിന്യൂവലിൻ്റെ ഫീസും വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ രണ്ടും വാങ്ങുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സിജിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മൊത്തം സൗദി ഒന്നായിട്ട് എല്ലാ സിറ്റിയിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അതിൻ്റെ റൈറ്റ് ടൈമാണ്. നമുക്ക് കഫീലില്ലാതെ ഇനി കഫീലിൻ്റെ അടുത്ത് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കറണ്ടിൽ കഫീലിൻ്റെ അണ്ടറിൽ ചെയ്യുന്ന ആളുകൾക്കോ പുതിയ ആളുകൾക്കൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റിയതിൻ്റെ കറക്റ്റ് സമയമാണ്, റൈറ്റ് ടൈമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ആർക്കെല്ലാമാണ് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുക? നിലവിൽ ബിസിനസ് ഉള്ളവർക്കാണോ അതോ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണോ? ഈ ഓപ്ഷനിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിലവിൽ ബിസിനസ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് നാട്ടിൽ നിന്ന് ഫോറിൻ കമ്പനി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫോറിൻ കമ്പനി ഉണ്ടാക്കി കൊണ്ടിട്ട് ഇവിടെ മിസ ലൈസൻസ് എടുത്തിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി പിന്നെ പുതിയ ആളുകൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ നാട്ടിൽ നിന്ന് കമ്പനി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ലൈസൻസ് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം രണ്ട് കേസിലും ഇവിടെ നിലവിൽ ബിസിനസ് ഉള്ളവർക്ക് കഫീലിൻ്റെ അണ്ടറിൽ ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. ഇനി ആരെങ്കിലും കറണ്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും. ചില ആളുകൾ പറയുന്നുണ്ട് ഒരു രാജ്യത്തിലെ കമ്പനി കൊണ്ടുവന്നാൽ മതി, ചില ആളുകൾ പറയുന്നുണ്ട് 3 രാജ്യത്തിലെ കമ്പനി കൊണ്ടുവരണമെന്ന്. അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് വേണ്ടത് 1 ഇയർ ഓൾഡായ ഒരു കമ്പനിയാണ് ഒരു പാരന്റ് കമ്പനി ആയിട്ട് വേണ്ടത് ഫസ്റ്റ് ആയിട്ട്. അത് നമ്മൾ ട്രേഡിങ് അല്ലാത്ത എല്ലാ കമ്പനി തുടങ്ങുകയാണെങ്കിലും ഇപ്പോൾ ട്രേഡിങ് തുടങ്ങുമ്പോൾ നമുക്ക് അതിന് കൂടെ മാനുഫാക്ചറിങ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ലൈസൻസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഒരു രാജ്യത്തെ കമ്പനി മതി, 1 ഇയർ ഓൾഡിൻ്റെ മേലുള്ള കമ്പനിയും മതി. ഇനി നമുക്ക് ട്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പനിയും വേണം, പിന്നെ വേറെ 2 രാജ്യത്ത് ബ്രാഞ്ച് ആയിട്ടുള്ള കമ്പനിയും വേണം. ആ 2 ബ്രാഞ്ച് കമ്പനി പുതിയ കമ്പനി ആയാലും മതി, പക്ഷെ പാരന്റ് കമ്പനി നമ്മൾ കൊണ്ടുവരുന്നത് ഒരു 1 ഇയർ ഓൾഡുള്ളതായിരിക്കണം. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ട്രേഡിങ്ങും നോൺ ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കമ്പനിന്റെ ഒരു കമ്പനി 3 കമ്പനി എന്ന് പറയുന്നത്. സൗദിയിൽ അധിക പ്രവാസികൾക്കും നാട്ടിൽ കമ്പനി ഉണ്ടാവണമെന്നില്ല. അവരെങ്ങനെയാണ് ഇപ്പോൾ 1 വർഷം കാത്തിരിക്കേണ്ടി വരുമോ? അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് സാർ പറയാമോ? അതിനുള്ളൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിൽ ഓൾറെഡി ഉള്ള 1 ഇയർ ഓൾഡായ കമ്പനികളൊക്കെ ഉണ്ടാവും. ആ കമ്പനികൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സൗദിയിൽ പ്രവാസി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസിന്റെ മേൽ നമ്മൾ കമ്പനി അതിന്റെ ഓണർഷിപ്പും ഷെയറും ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ആ കമ്പനി ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം കറന്റിലി ആ കമ്പനിയിൽ പുതിയ ആൾക്കാരായിരിക്കും ഉണ്ടാവുക, പഴയ പാർട്ട്ണർമാരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് 1 വർഷം കാത്തിരിക്കണ്ട. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കും. നാട്ടിൽ നമുക്ക് കൺസൾട്ടൻസി ഏജൻസി ഒക്കെ ഉണ്ട്, അവർ നമുക്ക് എന്ത് ചെയ്യും, ഇവരെ പേർക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ട്രേഡിംഗ് ആകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് 2 കമ്പനി കൊണ്ടുവരണമല്ലോ, ഫോറിൻ കമ്പനി. അപ്പോൾ അതിനെ കുറിച്ചുള്ള പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ട്രേഡിംഗ് വേണമെങ്കിൽ നമുക്ക് മൊത്തം 3 രാജ്യത്തെ കമ്പനി വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് കമ്പനി കൊണ്ടുവരുന്ന പോലെ തന്നെ ബാക്കി 2 രാജ്യത്തു നിന്ന് നമ്മൾ അധികം കൊണ്ടുവരുന്നത് ഒന്ന് UK, പിന്നെ 2 ഒമാൻ. ഈ 2 രാജ്യത്തു നിന്നും നമ്മൾ ഇവർ പോകാതെ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് അവരുടെ പേരിൽ കമ്പനി ഉണ്ടാക്കിയിട്ട് നമ്മൾ 3 രാജ്യത്തെ കമ്പനി ഉണ്ടാക്കി ട്രേഡിംഗ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഒരു കമ്പനി ഉണ്ടാക്കുന്നതിന് നമുക്ക് ക്യാപിറ്റൽ കാണിക്കേണ്ടി വരുമോ? അത് എങ്ങനെയാണ്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, നമ്മളിപ്പം സർവീസ് കമ്പനി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ റിക്വയർമെന്റ് ഒന്നും, മിനിമം ക്യാപിറ്റൽ ഒന്നും ഇല്ല. നമുക്ക് 1 lakh മുതൽ ഇത്രയും കാണിച്ച് ചെയ്യാം. അതിനൊരു പ്രത്യേക റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ 30 million ക്യാപിറ്റൽ കാണിച്ചിരിക്കണം. ഈ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ 1 to 5 yearsന്റെ ഉള്ളിൽ നമ്മൾ സൗദിയിൽ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കണം എന്നാണ്, അതാണ് നിയമം. സോ നമുക്ക് ഇപ്പം ബിസിനസ് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റും, പക്ഷെ 5 yearsന്റെ ഉള്ളിൽ നമ്മൾ ആ കാണിച്ച ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എന്നാണ് നിയമമുള്ളത്. അപ്പോൾ ട്രേഡിങ്, സർവീസ്, മാനുഫാക്ചറിങ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എല്ലാ ബിസിനസ്സും നമുക്ക് സൗദിയിൽ ചെയ്യാൻ പറ്റുമോ?
അതായത് ഇപ്പൊ നമ്മളെ ലൈസൻസ് ഇപ്പൊ ട്രേഡിംഗ് അല്ലാത്ത സർവീസ് മാനുഫാക്ചറിങ് ലൈസൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഇപ്പം കൺസ്ട്രക്ഷന്, കോൺട്രാക്ടിങ്, ഹോട്ടല്, റെസ്റ്റോറന്റ്, വർക്ക്ഷോപ്പ്, അങ്ങനെ ഈ കോഫി ഷോപ്പ്, ഈ അങ്ങനത്തെ ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ പ്രൊഡക്ഷനിൽ പിന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ പോയിട്ട് പ്രൊഡക്ഷൻ തുടങ്ങാം, നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ഈ ഒരു ലൈസൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ, ട്രേഡിംഗ് ലൈസൻസ് 30 മില്യൺ ക്യാപിറ്റൽ കാണിച്ചുള്ള ലൈസൻസ് ആണ് എങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും. പിന്നെ പ്ലസ് അതിലേക്ക് ട്രേഡിങ്ങും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാം. ചില ബിസിനസ്, സൗദി കൺസേൺഡ് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ നിതാക്കാത്ത് റേഷ്യോ കൂടുതലായിരിക്കും. ചിലപ്പോൾ നമുക്ക് കൂടുതൽ സൗദിനെ വെക്കേണ്ടി വരും, എന്നാലായിരിക്കും നമുക്ക് അതിൽ വിസ, ഇക്കാമൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. നോർമൽ വിസയിൽ ഇപ്പോൾ സർവീസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൗദിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വിസ ഒക്കെ സൗദിന്റെ പുറത്തെടുക്കാൻ കഴിയും. എന്നാൽ ഈ റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയയിലാവുമ്പോൾ കൂടുതൽ സൗദിന് ഇട്ടാലേ നമുക്ക് വിദേശികളായി വെക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഒരു ഇതുള്ളൂ. ബാക്കി നോർമലി നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സൗദിയുടെ അണ്ടറിൽ ഇപ്പോൾ കറണ്ടിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സാധാരണ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഇപ്പം നമ്മൾ കറണ്ടിലി ഒരുപാട് സ്റ്റോറികൾ കേൾക്കുന്നുണ്ട്. ഈ ബാങ്കിൽ വരുന്ന പൈസ, ഷബക്കയിൽ വരുന്ന പൈസ, ഇതൊന്നും സൗദികൾ ഇവർക്ക് നമ്മളെ ആളുകൾക്ക് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, പെട്ടെന്ന് അവരെന്ത് ചെയ്യുക, സ്വന്തം പേരിൽ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇവിടെ ലൈസൻസ് എടുത്തിട്ട് സിജിൽ തിജാരി ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവരോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണറോട് സംസാരിച്ചിട്ട് ഈ സ്ഥാപനം നമ്മളെ കമ്പനീൻ്റെ പേരിക്ക് മാറുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ, സൗദി സമ്മതിക്കുകയാണെങ്കിൽ ആ സിജിൽ തന്നെ നമ്മൾ പുതിയ ലൈസൻസ് ഓപ്പൺ ആക്കുക. കറന്റിലി ഓടുന്ന സൗദിൻ്റെ അണ്ടറിൽ ഓടുന്ന സിജിൽ തന്നെ ഇവരെ പുതിയ കമ്പനി, ഇന്ത്യൻ കമ്പനീൻ്റെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കമ്പനീൻ്റെ പേരിക്ക്, ഇത് പുറത്തുനിന്ന് എവിടുന്ന് കമ്പനി ഉണ്ടാക്കിക്കൊണ്ടുവന്നാലും ആ കമ്പനീൻ്റെ പേരിക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പഴയ സിസ്റ്റത്തിൽ നിന്ന് സൗദി പോവുകയും ചെയ്യും. കംപ്ലീറ്റ് ആ ഷോപ്പും ബിസിനസ്സൊക്കെ ഈ സൗദിൻ്റെ സിജിലടക്കം എല്ലാ സംഗതികളും ഈ പുതിയ സിസ്റ്റത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ പുതിയ കമ്പനി തുടങ്ങിയിട്ട് പുതിയ CR എടുത്ത് പോവുക, അല്ലെങ്കിൽ കറണ്ടിൽ ഉള്ള CR പുതിയ കമ്പനിയുടെ പേർക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്കൊരു കമ്പനി തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് എത്ര സമയം എടുക്കും? അതുപോലെ തന്നെ അവർ എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്? അപ്പം ആർക്കെങ്കിലും സ്വന്തം പേരിൽ ബിസിനസ് തുടങ്ങുന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് അവരെടുത്തുനിന്ന് അതിനുള്ള ഡോക്യുമെൻ്റ്, നാട്ടിലെ ആധാർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ആധാറിൽ അണ്ടറിലുള്ള പാൻ കാർഡ്, പാസ്പോർട്ട് കോപ്പി, ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ വേറെ എക്സിസ്റ്റിംഗ് കമ്പനി ആയിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങുക. അപ്പോൾ ആ ഒരു കമ്പനി അവരെ പേരിക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ അപ്പോസ്റ്റൈൽ അറ്റസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 മന്തിൻ്റെ താഴോട്ടുള്ളൊരു സമയം വരും. അപ്പോൾ ആ ഒരു സമയം നാട്ടിൽ വേണം. 1 മന്ത് അവിടെ വരും. പിന്നെ ഇവിടെ ഡോക്യുമെൻ്റ് ഒക്കെ എത്തിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 45 ഡേയ്സ് മാക്സിമം, അല്ലെങ്കിൽ 50 ഡേയ്സിൽ നമുക്ക് അവരെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും. സൗദിയിൽ വിസ ലൈസൻസ്, ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് കമ്പനി പർച്ചേസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് സാറിനറിയോ? അതായത് നമ്മൾ കൊണ്ടുവരുന്നത് ഓൾഡ് കമ്പനിയാണ് കൊണ്ടുവരുന്നത്. പുതിയ കമ്പനി ഇതിന് പറ്റില്ല, കാരണം 1 വർഷം ഓൾഡായ കമ്പനി വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ കമ്പനി എടുക്കുന്നത്, നമുക്കുള്ള സപ്ലൈസ് ഉണ്ടാവും, നമുക്ക് തരുന്ന ആളുകൾ, അവിടുത്തെ കൺസൾട്ടന്റ്, അവർ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. ഈ കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് പഴയ ടീം ഏറ്റെടുക്കണം. അങ്ങനെ അവർ തമ്മിൽ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ നമ്മളെ കമ്പനികൾ ചെയ്യുക. യൂഷ്വലി നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത കമ്പനിയാണ് തരിക. എന്നിരുന്നാലും വാങ്ങുന്ന സമയത്ത് അവരോട് ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ആ ഒരു റിസ്ക് വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഈ പുതിയ കമ്പനി പറ്റാത്തതുകൊണ്ട് നമുക്ക് പഴയ കമ്പനി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മളൊരു ബിസിനസിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അതോടൊപ്പം നമ്മളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ബിസിനസ് കൺസൾട്ടന്റ് അവർ മൊത്തം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബ്ലം അവർ ഏറ്റെടുക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കമ്പനി ഇവർക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു കേസിൽ അവിടെ നമുക്ക് എന്താണ്, റിസ്ക് കുറവാണ് മറ്റുള്ള രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്നേക്കാളും. ഇപ്പൊ കറന്റ്ലി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പൊ 2025 അവസാനമായല്ലോ. അപ്പോൾ ഇനി ഓഡിറ്റിങ്ങിനെ കുറിച്ചൊരു സാറിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? 2025 ഫിനിഷ് ആയി കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ 2025 ഓഡിറ്റിന്റെ
ഡ്യൂ ആയി, സമയമായി. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ, അതായത് ജനുവരി ടു ഏപ്രിൽ 30 ഉള്ളിൽ ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് തീർക്കണം. അപ്പം 2025 ഇനി തീരാന് 10-20 ദിവസമേ ഉള്ളൂ, കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പം നമ്മൾ മാക്സിമം കിട്ടാനുള്ള ഇൻവോയ്സുകൾ, ബില്ലുകൾ, എക്സ്പെൻസുകൾ ഒക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചെയ്താലേ നമുക്കത് അടുത്ത ഓഡിറ്റിങ്ങിന് വേണ്ടി 2025 ഓഡിറ്റിങ്ങിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ബിസിനസ് കറണ്ടിൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2025 റിലേറ്റഡ് ആയിട്ടുള്ള ബില്ലോ, ഇൻവോയ്സോ, എക്സ്പെൻസുകളോ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഇവിടെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ പുറത്ത് 20% ഗവൺമെന്റ് ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ഇൻകം ടാക്സ് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിജിലന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബില്ലുകളും, ഇൻവോയ്സുകളും, എക്സ്പെൻസുകളും മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സാർ. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ബിസിന്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.